all, welcome to IGNOU Learning and myself, Ranjisha Krishna. So, we are going to see Indira Gandhi National Open University under bcom general program subjects in subjects in exam marathon series. So, exams are so all subject related very important series discuss. So, we will exam marathon series continue that frequently asked questions in the basis. That is the previous year this subject related frequent questions and our pattern manslaki adinansarichana important discuss cheyyunnathu. പക്ഷേ അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു bcom general എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ bcom generalൽ ഓരോ സബ്ജക്റ്റിനും അതേ നെയിമിൽ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ബികോം പ്രോഗ്രാമിൻ്റെ തന്നെ ബികോം ജനറൽ അല്ല ഒരു ഡിഫറെൻറ്റ് പ്രോഗ്രാമിൻ്റെ തന്നെ അണ്ടറിൽ വന്നിട്ടുള്ള റിലേറ്റഡ് വളരെ സിമിലർ സിലബസുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. സോ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ IGNOU എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ എല്ലാ എക്സാംസിനും ഉള്ള ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സബ്ജക്ട്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാലും. സോ ഇത്തവണ നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അക്കൗണ്ടിംഗ് 1 ആൻഡ് അക്കൗണ്ടിംഗ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം മാരത്തൺ സീരീസ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ബ്ലോക്ക് 1 ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ബ്ലോക്ക് 1ൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലോക്ക് 1ൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. അതായത് ഫസ്റ്റ് 2 ബ്ലോക്കിലും നമ്മൾ കൂടുതലായിട്ടും തിയറി പാർട്ടാണ് നോക്കുന്നത്. തിയററ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു അക്കൗണ്ടൻസിയിലേക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ബ്ലോക്ക് 1ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 2ലും വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് 1ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2012 അക്കൗണ്ടൻസി 1 എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണുന്നത്. സോ അതിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വാട്ട് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് അക്കൗണ്ടിങ് ഇംപ്ലിക്കേഷൻസ് വിത്ത് എക്സാമ്പിൾസ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഇയറിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ തിയറി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് വരുമ്പം വളരെയധികം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓരോ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് നമുക്കുണ്ട് ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ പഠിക്കാനായിട്ട്. സോ ആ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. ഇങ്ങനെ പല രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വന്ന് കണ്ടിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള ആ ഒരു എല്ലാ കോൺസെപ്റ്റ്സും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഏത് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. സോ ഇവിടെ കോൺസെപ്റ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റ്സ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജും അതേപോലെ തന്നെ കോൺസെപ്റ്റ്സ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റിപ്പോർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ 2 സ്റ്റേജസിൽ പറയുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ്സ് ടു ബി ഒബ്സർവ്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് റെക്കോർഡിംഗ് സ്റ്റേജിൽ നമ്മൾ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് റിപ്പോർട്ടിംഗ് സ്റ്റേജിലൂടെ. അപ്പോൾ ഈ റെക്കോർഡിംഗ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആവട്ടെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ഈ 6 കോൺസെപ്റ്റ്സ് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റേജിലാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലാണ് ഈ പറയുന്ന കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ടൈമിലേക്ക് വരുമ്പോഴാണ് ഈ ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് വരുന്നത്. അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, കൺസർവേഷൻ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ആൻഡ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. സോ ഇത്രയും കോൺസെപ്റ്റ്സ് നമ്മുടെ റിപ്പോർട്ടിംഗ് സ്റ്റേജിലാണ് വരുന്നത്. സോ ഓരോ കോൺസെപ്റ്റും ജസ്റ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു. സോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സിലും നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ആ ബിസിനസ്സിനെ ഈ ഓണറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടേ കാണാൻ പാടുള്ളൂ. അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിനൊരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലീഗൽ ഐഡൻറ്റിറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആക്ച്വലി നമ്മൾ ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ, അതായത് ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റി പോലെയാണ് നമ്മളതിനെ കാണുക. ബിക്കോസ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിനും ഈ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് അതിന് തുല്യമായിട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കുക, അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. സോ ആ രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ബിസിനസ്സും അതിൻ്റെ ഓണറും ഒരു സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഓണറിൻ്റെ പേരിലായിരിക്കില്ല സ്യൂ ചെയ്യുക. അപ്പോൾ കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓണറിൻ്റെ പേരിലായിരിക്കില്ല, ആ ഒരു കമ്പനി നെയിമിലായിരിക്കും എപ്പോഴും സ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ന്യൂസ് ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പം പെട്ടിട്ടുണ്ടായിരിക്കും. പല ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ആ ഒരു കമ്പനി ഏതാണോ ആ ഒരു കമ്പനിയുടെ നെയിമിലാണ് നമ്മളെപ്പോഴും സ്യൂ ചെയ്യുക. സോ എപ്പോഴും ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓർ മണീസ് വർത്ത്. അതായത് നമുക്ക് മണി ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, ക്യാഷ് വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിൽ ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം, ക്യാഷിൻ്റെ ഇൻ ടേംസ് ഓഫ് മണി നമുക്ക് അതിൻ്റെ വാല്യൂ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എംപ്ലോയീസിനെ ഹയർ ചെയ്തു. അപ്പോൾ ആ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എത്രയാണോ അതിൻ്റെ ബേസിസിൽ അവരുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരുടെ സാലറിയാണ് എന്ത് ചെയ്യുക, അവിടെ ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മുടെ ഫുൾ ഡാറ്റാസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. അതേസമയം ഒരു എംപ്ലോയിയുടെ ഇൻ്റലിജൻസും അവരുടെ എബിലിറ്റി, അവരെത്രത്തോളം ഇതായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അവരുടെ എബിലിറ്റിയും കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ടേംസിൽ നമുക്ക് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ മോണിറ്ററി ടേംസിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സിലും നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. കഴിഞ്ഞു പോയിട്ടുള്ള, അതായത് നമ്മൾ മെറ്റീരിയൽസ് മേടിച്ചു, അപ്പോൾ മെറ്റീരിയൽസ് മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും എപ്പോഴും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു ബിസിനസ് ഫേമിന് മെഷീനറീസ് ഉണ്ടായിരിക്കാം, അവർക്കുള്ള ബിൽഡിങ്സ്, ഇതൊക്കെ അവരുടെ അസറ്റ്സ് ആണ്. സോ ഈ പറയുന്ന എല്ലാ അസറ്റ്സും അതിൻ്റെ ഒറിജിനൽ പർച്ചേസ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കൊരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ മേ ബി അതിനൊരു 10,000 rupees കൊടുത്തിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഒറിജിനൽ പ്രൈസ് എത്രയാണോ ആ പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ അസറ്റ്സും റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കോസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് ഓരോന്നും പറയുമ്പോൾ തന്നെ അത് എന്തുകൊണ്ട് ആ ഒരു റെക്കോർഡിംഗ് സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് വരുന്ന കോൺസെപ്റ്റായി മാറുന്നു എന്നുള്ളതും കൂടി മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ എന്തൊരു ട്രാൻസാക്ഷൻ ബിസിനസ്സിൻ്റെ എന്തൊരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും അതിനെല്ലാം തന്നെ 2 ആസ്പെക്ട്സ് ഉണ്ടായിരിക്കുമെന്നാണ്. അതായത് ഒരു റിസീവിങ് ആസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, ബിസിനസ്സിലേക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിന് അതിനൊരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അതിൽ റിസീവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. സോ ആ പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ബിസിനസ്സിലേക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് എന്തോരമുണ്ടോ അതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു വാല്യൂ, അതിന് തുല്യമായിട്ടുള്ള വാല്യൂ കണക്കാക്കിയിട്ട് അതിൻ്റെ മണി, അതായത് ക്യാഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് പേയ്മെൻറ്റ് അതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഗിവിങ് ആസ്പെക്ട്. സോ ഏതൊരു ട്രാൻസാക്ഷനും ഡ്യുവൽ ആസ്പെക്ട് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ രണ്ട് ആസ്പെക്ട്സും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. 2 ആസ്പെക്ട്സും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്.
ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഇൻഡെഫിനിറ്റ്ലി ഫോർ എ ലോങ് പീരീഡ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് വീക്ക് ഇത് എൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പം ഒരു ബിസിനസ്സിൻ്റെ റിപ്പോർട്ടിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പോലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സും ഫ്യൂച്ചറിലേക്ക് ഒരു ലോങ് ടേം ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ രീതിയിലായിരിക്കണം ബിസിനസ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഓരോ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഡീലിങ്സ് ഒക്കെ, അതായത് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ റിപ്പോർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കോൺസെപ്റ്റ് കാരണമാണ്. കാരണം ഏതൊരു ബിസിനസ്സും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു ബിസിനസ് ഒരിക്കലും നമ്മൾ നാളെ അവസാനിപ്പിക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു ഫ്യൂച്ചർ ലോങ് ടേം ആയിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്. മാച്ചിങ് കോൺസെപ്റ്റിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന റവന്യൂസും അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും എപ്പോഴും എന്തായിരിക്കണം, മാച്ച് ചെയ്യണം, ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇപ്പം ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള റവന്യൂസും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസും മാച്ച് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഈ ഒരു 1 ഇയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു 1 ഇയറിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള റവന്യൂസും അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന എല്ലാ എക്സ്പെൻസസും പരസ്പരം എന്തായിരിക്കണം, മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ ഇത് രണ്ടും തമ്മിൽ നമ്മൾ റവന്യൂ ഏൺ ചെയ്തത് ഒരു കാര്യത്തിൽ നിന്ന് പക്ഷെ നമുക്ക് എക്സ്പെൻസസ് വന്നിട്ടുള്ള വേറെ ഏതോ കാര്യത്തിൽ എന്നുള്ള രീതിയിൽ പോകരുത്. എപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു മാച്ചിങ് ആയിട്ട്, അതെപ്പോഴും മാച്ചിങ് ആയി തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു നെറ്റ് ഇൻകം എന്താണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ, അതായത് കൺസർവേറ്റിസം എന്ന് പറയും. കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ എല്ലാ ലോസസും, അതായത് ഫ്യൂച്ചറിൽ അതിന് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം, എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതെല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതായത് അതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് വേണ്ടത് അതാണ്. അതായത് നമ്മൾ എല്ലാ ലോസസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ പ്രോഫിറ്റ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ട്, അതായത് നമുക്ക് ഓക്കെ ഞാൻ ഇന്നൊരു ബിസിനസ് തുടങ്ങി നാളെ അതിന് ഇത്ര രൂപ കിട്ടും, അത് കഴിഞ്ഞ് അതിൽ ഇത്ര രൂപ കിട്ടും, ലൈക്ക് നമ്മളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ അതിലേക്ക് ആവുന്നതിലൂടെ നമ്മളുടെ വർക്ക്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ലോസസ് ആണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വന്നേക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ആ ഒരു റീസൺ കൊണ്ടൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ അസറ്റ്സിന് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്താൽ ആ ഒരു മെഷീനറി ഓരോ ദിവസവും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി ആ ഒരു 1 ഇയർ കഴിയുമ്പോൾ ആ മെഷീനറിക്ക് സംഭവിക്കുന്ന അതിൻ്റെ വാല്യൂവിൽ സംഭവിക്കുന്ന ഒരു ഇടിവുണ്ട്. അതായത് കുറേ വെയർ ആൻഡ് ടെയറും, അത് കുറേ കാലം നമ്മളൊരു കാർ ഇന്ന് മേടിക്കുന്ന കാർ നെക്സ്റ്റ് ഇയറിൽ ഇന്ന് അതിന് കിട്ടുന്ന മൈലേജ് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടണമെന്നില്ല. സോ അത്തരത്തിൽ അതിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് കൂടി ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ലോസസ് എല്ലാം, നമുക്ക് വരാവുന്ന നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റാണ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റിൽ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അസറ്റിന് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ പല കാൽക്കുലേഷൻസും നമുക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഇൻവെൻട്രി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കാൽക്കുലേഷൻസും നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം മെത്തേഡ്സ്, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ഇപ്പോൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്. സോ അതായത്
ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഡിപ്രിസിയേഷൻ്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു ഓക്കെ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം നമ്മൾ ഓക്കെ കുറച്ച് കാലം അത് ഓപ്റ്റ് ചെയ്തു, എന്നിട്ട് അതിനുശേഷം ഒരു 6 months കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ചേഞ്ച് ആക്കി അടുത്ത ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളിലൊക്കെ ഒരു കൺസിസ്റ്റൻസി വേണം. ആ മെത്തേഡ്സ് നമ്മൾ സഡൻ ആയിട്ട് ചേഞ്ച് ആക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഹോൾ ഫൈനൽ അക്കൗണ്ട്സിന് അത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ടോട്ടലായിട്ട് ഇതിനൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണോ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ രീതിയിലല്ല, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടേ അല്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ വരിക. സോ അതിനും വളരെയധികം ഡിഫറൻസസ് അവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളും ഒന്നും ഫ്രീക്വൻ്റ്ലി നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അടുത്തതായിട്ട് വരുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റാണ്. ഈ ഒരു ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ റിപ്പോർട്ടിംഗ് സ്റ്റേജിൽ ഈ ഫൈനൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നമ്മൾ ഓരോ കാര്യം ഇപ്പം നമ്മളൊരു ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ അത്രയും വന്നിട്ടില്ല, അതിന് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ടൈമിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഫുൾ ഡിസ്ക്ലോഷർ അവിടെ സംഭവിച്ചിരിക്കണം. അതായത് ആ ഒരു ഐറ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. സോ ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആയി നിൽക്കുന്ന കോൺസെപ്റ്റാണ് അടുത്തത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കോൺസെപ്റ്റ്സിന് ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾസ് എന്നും പറയാറുണ്ട് കേട്ടോ. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് എൻ ഐറ്റം, അതായത് ഒരു ഐറ്റമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫാക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റേഴ്സിനെയും അവരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫാക്റ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് എല്ലാം തന്നെ നമ്മളത് ആ ഒരു മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാം തന്നെ നമ്മൾ എപ്പോഴും ഇൻഫോം ചെയ്തിരിക്കണം. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ റെക്കോർഡിംഗ് സ്റ്റേജിലുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് സ്റ്റേജിലുള്ള കോൺസെപ്റ്റ്സും നമ്മൾ പറഞ്ഞു. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസിന് പ്രതീക്ഷിക്കാവുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ എക്സാം മാരത്തൺ സീരീസ് ഇപ്പോൾ നടത്തുന്നത്. സോ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ IGNOU അണ്ടറിൽ PG ചെയ്യാൻ അല്ലെങ്കിൽ UG ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ചെയ്യുന്നവർക്കോ നിങ്ങൾക്ക് വേണ്ട എല്ലാ അക്കാഡമിക് സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് ഹൈക്വൈസ് ലേണിംഗ് ഉള്ളത്. BA MA സൈക്കോളജി അതുപോലെ തന്നെ MCOM BCom BA ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സിനെല്ലാം തന്നെ നമ്മൾ ഹൈക്വൈസ് ലേണിംഗ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് മാത്രമല്ല, ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈക്വൈസ് ലേണിംഗിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, അതുപോലെ എക്സാം PDFs ഉണ്ട്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം PDFs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ ലൈവ് സെഷൻസും റെക്കോർഡഡ് ക്ലാസ്സസും എല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അക്കാഡമിക്കലി നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാനാണ് ഹൈക്വൈസ് ലേണിംഗ് ഉള്ളത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ഹൈക്വൈസ് ലേണിംഗിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഹൈക്വൈസ് ലേണിംഗിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. സോ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.